internet, welcome to another day of vlogging. This is Lakshmi Menon. It's been 1 year and the ride has been really exciting. ഒരു വർഷം അങ്ങനെ ഞാൻ ഇതിന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. ഒരുപാട് എന്താ പറയുക, ഒരുപാട് തുടക്കം മുതലേ ഈ നിമിഷം വരെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. പോസിറ്റീവ് ക്രിറ്റിസിസം അതുപോലെ കേട്ട് നന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് കൂടുതൽ ക്യാമറയിലേക്ക് നോക്കാനും കൈകൊണ്ട് ഒരുപാട് ചപ്പാത്തി വരുത്തുന്ന പോലെ ആക്കാൻ ശ്രമിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തോ പറഞ്ഞിട്ട് എന്തോ ആയിപ്പോയി. അതായത് ഞാനിങ്ങനെ പണ്ട് ഡാൻസ് പഠിച്ചിട്ടുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു കൈകൊണ്ട് എപ്പോഴും ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്ത് സംസാരിക്കാതിരിക്കാൻ എനിക്ക് പറ്റാറില്ല. അത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ക്യാമറയുടെ ആംഗിൾ കുറേ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ആൻഡ് പിന്നെ കേട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ. പണ്ടത്തെ ആദ്യത്തെ വീഡിയോസ് എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓഡിയോൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു. ഇപ്പോഴത്തെ വീഡിയോസിൽ അതില്ല എന്നാണ്, അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഐ നീഡ് ടു സ്റ്റേറ്റ് സം ഫാക്ട്സ്. അതായത് ഇത്രയും കാലം ഇറക്കിയ വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് തിരുത്തി പറയണം തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യമാണ് പറയുന്നത്. ആദ്യം തന്നെ വൈറലായ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി ഹൗസിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളി ഹൗസിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇറക്കിയിരുന്നത്. അതെ, മലയാളി ഹൗസിൽ കയറാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. പക്ഷേ മലയാളി ഹൗസ് സെക്കൻഡ് പാർട്ട് അവർ ഇറക്കിയില്ല. ഞാൻ എന്ത് ചെയ്യും ഞാൻ? പിന്നെ ഗെയിൽ ട്രെഡ്വെല്ലിലെ ഹോളി ഹെല്ല് വായിച്ചിട്ട് എനിക്ക് എന്താ പറയുക, ഒരുപാട് പേര് ഇറ്റ് വാസ് എ ബുക്ക് റിവ്യൂ. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേര് പറയലുണ്ടായി ഞാൻ സംഗിനിയാണോ ഞാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണെന്ന് പറയലുണ്ടായി. അപ്പോൾ എനിക്കൊരു സത്യം പറയാനുണ്ട്. അതായത് ഞാൻ സംഗിനിയല്ല, മാത്രമല്ല ഞാൻ ആരും ഡിവോട്ടിയും അല്ല. ആരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഡിവോട്ടി അല്ല. ഞാൻ പറയില്ല, ഞാൻ വിശ്വസിക്കുന്ന ഗുരുവായൂരപ്പനിൽ മാത്രമാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ BJP അല്ലേ ഭരിക്കണേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ആ ഒരു കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇനിയും പോന്നോട്ടെ, ആരോടും പറയണ്ട. ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്ത വീഡിയോ റെസ്പോൺസ് സച്ചിൻ ഷറപ്പോവ ഇഷ്യൂയിൽ ഒരുപാട് റഷ്യക്കാരൊക്കെ വന്നിട്ടാണ് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോസിൽ. ഷറപ്പോയുടെ ബന്ധുക്കളാണെന്ന് തോന്നുന്നു. അതോ ഇനിയിപ്പോൾ നമ്മുടെ കുറേ മലയാളി പയ്യന്മാരോട് പോയിട്ട് മെഡിസിൻ പഠിക്കുന്നില്ലേ, അവരെങ്ങാനും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത ആൾക്കാരാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ റെസ്പോൺസ് കണ്ടിട്ട് എനിക്ക് സച്ചിനെ എത്രത്തോളം ഇഷ്ടമാണെന്നും അല്ലെങ്കിൽ അന്നും ഇന്നും എന്നും എനിക്ക് ഞാനൊരു സച്ചിൻ ഫാനാണ് എന്നുള്ളത് മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് വീഡിയോ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. പിന്നെ മൂവി റിവ്യൂസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ വ്ളോഗ്സിനെ. നല്ല ചുമയും പനിയാണ് എനിക്ക്. മൂവി റിവ്യൂസ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ ഇതിൽ റേറ്റിംഗ് കൊടുക്കാറില്ല. പിന്നെ ഞാൻ സാധാരണ ഒരാൾ നമ്മളിപ്പോൾ ഒരു പടം പോയി കണ്ടു, എൻ്റെ ഫ്രണ്ട് പടം പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട്, പടം ഇഷ്ടമായോ? അപ്പോൾ പറയും പടം ഇഷ്ടമല്ലേ ഇവരെ അത് അത്ര നന്നായിട്ടില്ല കേട്ടോ എന്ന് പറയും. ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാനേ ഞാൻ ശ്രമിക്കാറുള്ളൂ. പിന്നെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റ്, വലിയ സ്റ്റാർസിനെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വ്ളോഗ്സ് കണ്ടിട്ട് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു അനുഗ്രഹം. പിന്നെ നമ്മളിപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് പറയാറുണ്ടോ, നീ ഇപ്പം ഇതൊക്കെ ഒരു സിനിമ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നീ ഒരു പടം എടുത്ത് കാണിക്കുക എന്ന് പറയാറുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് ആ ബിരിയാണി ഇഷ്ടമായില്ലെങ്കിൽ എൻ്റെ ആളടുത്ത് പോയിട്ട് പറയും, അതായത് ഇത് കുറച്ച് നന്നാക്കി കൂടെ ചേട്ടാ, അല്ലെങ്കിൽ ഇത് നന്നാക്കി കൂടെ ഇടോ എന്ന് ചോദിക്കും. അല്ലാതെ ഞാൻ അവിടുത്തെ കുക്കാകാറില്ല. ശരിയല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. ആൻഡ് ഈ തുടക്കം തൊട്ടുള്ള വീഡിയോസ് തൊട്ട് ഇത്രയും വരെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഈ നമ്മൾ വെർച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നേരിട്ടെന്നും കാണുന്ന ആൾക്കാരെ പോലെ അല്ല എന്ന് പറയും. പക്ഷെ അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് അടുപ്പമുള്ള ആൾക്കാരുണ്ട്. അവരോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് പേരെടുത്ത് പറയാത്തത്. അപ്പോൾ എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യും, വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇനിയും തുടരുക, കണ്ടിന്യൂ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭയങ്കര താങ്ക്സ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ. 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ മിനിയാന്ന് ഇരുന്നിട്ട് ഞാൻ വാശിക്ക് വേൾഡ് കപ്പ്, എല്ലാവരും എന്നോടൊന്ന് ചോദിക്കും വേൾഡ് കപ്പ് കാണാറില്ലേ? അപ്പം ഞാൻ പറയും ഇല്ല, ഞാൻ വേൾഡ് കപ്പ് ഞാൻ നോട്ട് സോക്കർ ഫാൻ, അതുകൊണ്ട് കാണാറില്ല എന്ന് പറയും. അപ്പോൾ ഇന്നലെ മിനിയാന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് കണ്ടു. 1.5 കാണലായിപ്പോയി. 1, 2, 3, 4 ടിങ് പെട്ടെന്നായിരുന്നു എല്ലാ ഗോളും അടിച്ചു കഴിഞ്ഞത്. ഇന്നലെ ഞാൻ ഇരുന്ന് കണ്ടു, പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ ഇന്ന് കണ്ടു എന്നുള്ളത്. ഞാൻ ഇന്നലെയും കണ്ടു. അടുത്ത വേൾഡ് കപ്പ് വരെ ഞാൻ എല്ലാം പഠിച്ചിരിക്കും, എന്നിട്ട് ഞാൻ ഇന്ന് വേൾഡ് കപ്പ് കാണും. പിന്നെ
ഇപ്പോൾ 7100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എൻ്റെ ചാനലിൽ. വ്യൂസ് എന്ന് പറഞ്ഞാൽ 76,000+ അതിനൊക്കെ കൂടുതലുണ്ട്. കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടെ എത്രയുണ്ടെന്നുള്ളത്. ഓൾമോസ്റ്റ് 67 വീഡിയോസ് ഉണ്ട്. ഒരുപാട് ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. പേജിൽ ലൈക്സ് കുറേ ആയിട്ടുണ്ട്. 18,000 ലൈക്സ് ഉണ്ട് ഫേസ്ബുക്ക് പേജിൽ. അപ്പോൾ ഐ എം റിയലി ഹാപ്പി. എന്താ പറയുക, ഞാൻ വിചാരിച്ചിട്ടില്ല ആദ്യം പറഞ്ഞാൽ ഈ ഒരു കൊല്ലം ഇത്രയധികം വീഡിയോസ് ഇടാൻ പോലും പറ്റും തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതിനുള്ളൊക്കെ പറ്റി തന്നെ വലിയ കാര്യം. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്താ പറയുക, പിന്നെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വ്ളോഗിൽ കൂടെ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൽ കൂടെ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല, എൻ്റെ ഒരു നേച്ചറാണ്. അതായത് കാര്യം കണ്ടാൽ തുറന്ന് പറയുക എന്നുള്ളൊരു നേച്ചറിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എക്സ്ട്രീംലി സോറി എന്ന് വെച്ചിട്ട് ഞാൻ ഇനി വീഡിയോ ഇടുന്ന് നിർത്തുന്ന ആരും വിചാരിക്കേണ്ട. ഐ ആം ക്വൈറ്റ് റെഡി ഫോർ അനദർ അഡ്വഞ്ചറസ് ഇയർ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, സൗണ്ടും വയ്യ പനി ഒക്കെ ആയതുകൊണ്ടാണ് ഇത്ര പതുക്കെ സംസാരിക്കണേ. ചുക്ക് കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണ്, കാണാണ്ടോ? അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ടാറ്റാ.